ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു തേൻനെല്ലിക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. ഓൾറെഡി ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് നെല്ലിക്കയാണ് കേട്ടോ. ഞാനിവിടെ 1 kg നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള നെല്ലിക്ക തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഈർപ്പെല്ലാം പോയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു സ്റ്റെയിമറിൽ വെച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് ആവിയേറ്റെടുക്കണം. 3 മിനിറ്റ് മതി കേട്ടോ, അധികത്തിൽ വേണ്ട. 3 മിനിറ്റ് മാത്രം ആവിയേറ്റെടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് അതിനകത്തുള്ള ഈർപ്പം എല്ലാം നമ്മൾ ഒപ്പിയെടുക്കണം. എന്നിട്ട് ഇതാ ഇതേമാതിരി ഒരു ഫോർക്ക് വെച്ചിട്ട് ആ നെല്ലിക്കയിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ശർക്കര പാനിക്കകത്ത് ഇടുമ്പോഴത്തേനും അത് അബ്സോർബ് ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു നെല്ലിക്കയിൽ ഒരു 5-6 ഹോൾ വരുന്ന തരത്തിൽ നമ്മൾ എല്ലാ നെല്ലിക്കയിലും ഇട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ 1 kg നെല്ലിക്ക എടുത്തതുകൊണ്ട് തന്നെ 1 kg ശർക്കര ½ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ പാനി കാച്ചെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് അരിച്ച് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒരു വലിയ പാത്രത്തിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഒരു 3-4 കഷ്ണം പട്ട, ഒരു 2-3 ഗ്രാമ്പു, കുറച്ച് ഏലക്ക, ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിള വരാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് അതിനെ ഒന്ന് ഒരു 2-3 സെക്കൻഡ് നേരത്തേനെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമ്മുടെ തുടച്ച് മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിനകത്തേക്ക് തട്ടി കൊടുക്കണം കേട്ടോ. നെല്ലിക്ക ഇട്ടിട്ട് 1 സെക്കൻഡോ 2 സെക്കൻഡോ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ബാക്കി പരിപാടികളെല്ലാം ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ½ ലെമണ് നമ്മൾ അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. ഇത്രത്തോളം വറ്റി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റണം. അന്നും പിറ്റേന്നൊന്നും എടുക്കരുത് കേട്ടോ. ഒരു 3 ഡേയ്സിന് ശേഷം മാത്രമേ എടുക്കാവൂ. അപ്പോഴേ നന്നായിട്ട് സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 2 ആഴ്ച വരെയൊക്കെ നമുക്കിത് വെളിയിൽ തന്നെ സൂക്ഷിക്കാം കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ മാത്രം ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. അപ്പം ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 3 ഡേയ്സിന് ശേഷം ഞാൻ എടുക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം നെല്ലിക്കയിലുണ്ടാകുന്ന മാറ്റം ശ്രദ്ധിച്ചോണി. നന്നായിട്ട് ഈ നെല്ലിക്കയുടെ പുറം തോട് ചുട്ടിപ്പോവും കേട്ടോ. കാരണം അതിലുള്ള സത്ത് മുഴുവൻ നമ്മുടെ ഈ ശർക്കര പാനിയിലേക്ക് വരും. അപ്പോൾ ആ പാനി കുടിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഇത് കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ് കേട്ടോ. ഇനി നെല്ലിക്കയൊക്കെ കയ്പ്പാണെന്ന് പറഞ്ഞ് ആരും കളയല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.